+1 റിസൾട്ട് വന്ന സമയത്ത് കുറേ മക്കൾ അവർ വിചാരിച്ചതുപോലെ തന്നെ നല്ല മാർക്സ് വാങ്ങിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ റീസൺ പലതായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഉഴപ്പിയതുകൊണ്ടായിരിക്കാം, നമ്മൾക്ക് ആ പഠിക്കുന്നതിൻ്റെ ട്രാക്ക് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ കുറച്ച് പേര് നന്നായിട്ട് പഠിച്ചിട്ടും പക്ഷേ അന്നത്തെ ദിവസത്തിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടോ അന്നത്തെ ദിവസം അവർ വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആണ് അല്ലേ. അപ്പോൾ ഈ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട്, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനൊരു ന്യൂസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോഴും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോലെ മാർച്ചിലായിരിക്കില്ല നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കുന്നത് അല്ലേ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ +2 നിങ്ങൾ എഴുതുന്ന അതിൻ്റെ കൂടെ തന്നെയായിരുന്നു +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം. അപ്പോൾ പല മക്കൾക്കും ഒരു ദിവസം തന്നെ 2 എക്സാമുകൾ അടുപ്പിച്ചടുപ്പിച്ചുള്ള എക്സാമുകളൊക്കെ എഴുതേണ്ടി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ സമയം മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഒക്ടോബറിൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ജസ്റ്റ് പഠിച്ച് എക്സാം എഴുതി വളരെ കുറച്ച് മാസങ്ങൾ ഗ്യാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നുണ്ടാവില്ല. ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് നമ്മുടെ എക്സാം നടക്കുന്ന സമയത്ത് നമ്മുടെ +2 എക്സാമിനെയും +2 പഠനത്തിനെയും ഇത് നമ്മുടെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യില്ല. രണ്ടാമതായിട്ട് നമുക്ക് ആ പ്രഷർ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ വേണം. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മാക്സിമം 3 സബ്ജക്ട്സ് മാത്രമാണ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലേ. അപ്പോൾ ആ മാക്സിമം 3 പറ്റുമെന്ന് കരുതി 3ഉം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളൊരു റിസ്ക് എടുക്കരുത്. നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ നല്ലപോലെ പഠിച്ചു പക്ഷേ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ എഴുതാൻ പറ്റിയില്ല, നിങ്ങൾക്ക് തോന്നുന്ന സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, +1 ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ തിരക്കിൽ നിങ്ങൾ ഒരിക്കലും +2 സൈഡ് ആക്കരുത്. കാരണം നമുക്ക് പഠിക്കാനൊരു ആവേശം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും +1 ആയിരിക്കും. കാരണം ഓൾറെഡി പഠിച്ച എക്സാം ഒക്കെ എഴുതിയുകൊണ്ട് നമുക്ക് പഠിക്കുമ്പോൾ വേഗം ഓർമ്മയുണ്ടാകുമ്പോൾ നമുക്ക് +1 പഠിക്കാനായിരിക്കും ആവേശം. +2 ഉള്ളത് പുതിയതല്ല, ഇതൊന്നും ഓർമ്മ കിട്ടുന്നില്ല എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കും. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് +1 കിട്ടിയ ഈ ഒരു സെക്കൻഡ് ചാൻസ് +2 ഉണ്ടാവില്ല. ഓക്കെ. ആൻഡ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ +1ൻ്റെയും +2ൻ്റെയും ആഡഡ് മാർക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും +2 പഠനത്തിന് ഇത് ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ എപ്പോഴും സെപ്പറേറ്റ് ടൈം നിങ്ങളുടെ +2 പഠനത്തിനെ ഒഴിവാക്കിയിട്ട് ആ സമയം +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി കൊടുക്കരുത്. പകരം നിങ്ങൾ വീക്കെൻഡ്സോ ഹോളിഡേയ്സോ, പ്രത്യേകിച്ച് ഇനിയിപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കേഷൻ ടൈം ഉണ്ട്. ആ വെക്കേഷൻ ടൈം കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ +2 തന്നെയാണ്. +1 എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ 70% ആ ഒരു റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്സ് എങ്കിൽ നിങ്ങൾ ഒത്തിരി കിടന്ന് +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ മുകളിൽ എല്ലാ ദിവസവും +1 ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കുന്ന രീതിയിൽ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ വീക്കെൻഡ്സിലും ഹോളിഡേയ്സിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി 70%-ലും താഴെയാണെങ്കിൽ നിങ്ങൾ ഉഴപ്പിയത് കൊണ്ടോ നന്നായിട്ട് പഠിക്കാത്തത് കൊണ്ടൊക്കെയാണ് മാർക്ക് കുറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സാറ്റർഡേ സൺഡേയ്സിൽ ഹോളിഡേയ്സിൽ വെക്കേഷനിലൊക്കെ കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഈ 2 കാറ്റഗറിയിലായാലും നിങ്ങൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ +2 പഠനത്തിന് ഇത് ബാധിക്കാൻ പാടില്ല അല്ലേ. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, മിസ് എവിടെയാണ് ഇതിൻ്റെ ക്ലാസ് കിട്ടുക, എങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക? മക്കളെ, നിങ്ങൾക്ക് നമ്മുടെ എക്സാം വിന്നറിൻ്റെ +2 ഉയരെ ബാച്ചിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാകും, നമ്മുടെ +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഒത്തിരി കോൾസ് നമ്മുടെ ഓഫീസിലേക്ക് വരാറുണ്ട്, +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടോ, അതിന് സെപ്പറേറ്റ് ബാച്ച് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് +2ൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സും കിട്ടും. അതിന് സെപ്പറേറ്റ് ഫീയും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഉയരെ ബാച്ചിൻ്റെ ഫീ തന്നെയാണ്, പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ് കൂടെ നമ്മൾ അൺലോക്ക് ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പഠിക്കാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് +2ന് വേണ്ടിയിട്ട് പഠിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഒരേ ബാച്ച്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സും PYQ സൊല്യൂഷനും PDF നോട്ടും വർക്ക്ഷീറ്റും എക്സാം ഇതെല്ലാം +2ൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഉണ്ടാവും. ഓക്കെ. നിങ്ങൾക്കറിയാം +2ലാണ് പ്രാക്ടിക്കൽ ക്ലാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും കിട്ടുന്നുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, +1 ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാനും പറ്റും. സോ ഈ ഒരു ചാൻസ് എൻ്റെ കുട്ടികൾ മിസ്സാക്കാതിരിക്കുക. താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ലേറ്റ് ആകാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തതാണ്. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.